ജനാധിപത്യ സംവിധാനത്തിലും നമ്മളെ എൻട്രൻസ് പരീക്ഷ പോലെ ഈ എല്ലാ സ്ഥാനാർത്ഥികളും അവരുദ്ദേശിക്കുന്ന ഒരു ലിസ്റ്റിലുള്ള ഒരു പാനലിലുള്ള കാൻഡിഡേറ്റുകളാക്കാൻ താല്പര്യമുള്ളവരെ ഒരു കോമൺ ടെസ്റ്റ് നടത്തുക, ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻ നടത്തുക. മാറ്റം വരണം. പിന്നെ ഈ സ്ഥിരം ഒരു MP MLA അങ്ങനെ വർഷങ്ങളോളം അവർ മരിക്കണവരെ ഒരാൾ MP ആയിപ്പോയാൽ പിന്നെ അവൻ തന്നെ എല്ലാ വർഷവും MP അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ മന്ത്രി, ആ ഒരു സംവിധാനത്തിനോട് എനിക്ക് യോജിപ്പില്ല. മാറി മാറി വരണം. ഓരോ മണ്ഡലത്തിന്റെ പ്രതികരണം അനുസരിച്ചിരിക്കും. ഓരോ മണ്ഡലത്തിലെ വികസനങ്ങൾ ആരാണ് ചെയ്യണം അവർക്കനുസരിച്ചായിരിക്കും വോട്ട്. ശശി തരൂർ 15 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും വികസനങ്ങൾ ചെയ്തതായിട്ട് അറിയുന്നു? ശശി തരൂർ വലിയ വികസനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവരുടെ പ്രകടന പത്രികയിലൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാട് വികസനങ്ങൾ അവരാണ് ചെയ്തത്. പ്രകടന പത്രികയിൽ എന്തും എഴുതി പിടിപ്പിക്കാമല്ലോ. അല്ല, പ്രകടന പത്രികയിൽ അങ്ങനെ എന്തും എഴുതി പിടിപ്പിച്ചാലും വോട്ടർമാരും വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഇപ്പം നിങ്ങളെ പോലെ ചോദിക്കണവരടുത്ത് മറുപടി പറയണവരില്ലേ? അവർക്കും അറിയാമല്ലോ ഓരോ സ്കീമുകൾ ആരാണ് ചെയ്യണം എന്നുള്ളത്. അതൊന്ന് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനം ചെയ്തതാണെന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ശശി തരൂർ ചെയ്ത MP ഫണ്ടാണെന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അതിനെല്ലാം ശശി തരൂർ അല്ലാതെ ആരെങ്കിലും മാറി വരണമെന്ന് ആഗ്രഹം? അല്ല, ഒരു MP തന്നെ ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ ഒരു കീഴ്വഴക്കത്തോട് 10-30 കൊല്ലമുള്ള ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷൊക്കെ 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമാണ് MP ആവുന്നത്. അതിനൊരു മാറ്റം വരണം. ഒരു പുതിയ തലമുറയിലുള്ള പുതിയ ആൾക്കാർക്ക് പാർലമെന്റ് എന്താണെന്നും അതിനെക്കുറിച്ച് എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. മറ്റൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരാ വരേണ്ടത്? അത് എനിക്ക് നിങ്ങളവിടെ മീഡിയയുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഈ വോട്ടർ അതുകൊണ്ടാണല്ലോ നമ്മളെ ബാലറ്റ് സീക്രട്ട് ബാലറ്റ് എന്ന് പറയുന്നത്, അല്ലേ? രഹസ്യ ബാലറ്റ് അല്ലേ? അപ്പോൾ അത് പരസ്യപ്പെടുത്താൻ അത് ചോദിക്കുന്നത് തെറ്റാണ്. പൊതുവിലുള്ളൊരു അത് അവരവരുടെ സ്വാതന്ത്ര്യം. ഇപ്പം മാഡത്തിൻ്റെ അല്ല കുട്ടിയുടെ ആയിരുന്നാലും ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ? പറയില്ല. അത് നമുക്ക് ഒരു ഇന്നത്തെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സിനകത്ത് ചെയ്യാനുള്ളൊരു വിശ്വാസം കാണും. പിന്നെ കുറേ വ്യക്തികളുടെ പ്രഭാവവും മറ്റുമൊക്കെ നോക്കും. വ്യക്തികളിൽ കഴിവുള്ളവരാരാണ്, അങ്ങനെയൊക്കെയാണ്. അല്ല, രാഷ്ട്രീയം ഇപ്പം പണ്ടത്തെ കണക്ക് അന്ധമായ രാഷ്ട്രീയത്തിനനുസരിച്ച് വോട്ട് ചെയ്യണവർ വോട്ടർമാർ കുറവാണ്, അല്ലേ? അപ്പം അത് ഇങ്ങനെ ചാനൽ വഴി എല്ലാവരും എല്ലാ സമയവും ലൈവായിട്ട്, അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. കള്ളത്തരം പറഞ്ഞൊന്നും പറ്റിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയണത് എന്നെ അല്ലെങ്കിൽ നാളെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾ തന്നെ 2 സൈഡിലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. മാറ്റം വരണം. പിന്നെ ഈ സ്ഥിരം ഒരു MP MLA അങ്ങനെ വർഷങ്ങളോളം അവർ മരിക്കണവരെ ഒരാൾ MP ആയിപ്പോയാൽ പിന്നെ അവൻ തന്നെ എല്ലാ വർഷവും MP അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ മന്ത്രി, ആ ഒരു സംവിധാനത്തിനോട് എനിക്ക് യോജിപ്പില്ല. മാറി മാറി വരണം. എങ്കിലേ പുതിയ ആശയങ്ങൾക്ക് വരാൻ പറ്റും. മറ്റത് ഈ തവണ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഞാൻ തന്നെ, അപ്പം എനിക്ക് തന്നെ, അപ്പം ഞാൻ ചെയ്യണ എന്നെ കാര്യം. അപ്പം ആദ്യ തുടക്കത്തിൽ നമ്മൾ പാർലമെന്റേറിയനായിട്ട് വന്നു കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത തവണ ചെയ്തെന്ന് വരില്ല. ആ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ജനങ്ങൾ എന്തായിരുന്നാലും എനിക്ക് തന്നെ വോട്ടിടും. ആ ഒരു ടെൻഡൻസി മാറണം. ഓരോ വർഷവും ഓരോ പുതിയ ആളുകൾ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വേറൊരു അഭിപ്രായം കൂടി ഉണ്ട്. നിങ്ങൾ മീഡിയ വഴി പ്രചരിപ്പിക്കുമെങ്കിൽ എൻ്റെ ഒരു താല്പര്യം, ഇപ്പം നമുക്ക് ഒരു പിയൂൺ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റോഡിൽ ഒരു സ്കാവഞ്ചറോ ഒരു ഡ്രെയിനേജ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നാൽ പോലും, ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു NMR ആയിട്ട് എടുക്കുന്ന ആളായിരുന്നാൽ പോലും അവർക്കൊരു അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു എൻട്രൻസ് പരീക്ഷ ഒന്നുമില്ലെങ്കിലും ഒരു സാമാന്യ അവരുടെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ ആ ചെയ്യുന്ന ജോലിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജനറൽ ടെസ്റ്റ് നടത്തി അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരാണ് ഇന്റർവ്യൂ നടത്തി എടുക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിലും നമ്മളെ എൻട്രൻസ് പരീക്ഷ പോലെ ഈ എല്ലാ സ്ഥാനാർത്ഥികളും അവരുദ്ദേശിക്കുന്ന ഒരു ലിസ്റ്റിലുള്ള ഒരു പാനലിലുള്ള കാൻഡിഡേറ്റുകളാക്കാൻ താല്പര്യമുള്ളവരെ ഒരു കോമൺ ടെസ്റ്റ് നടത്തുക, ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻ നടത്തുക. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും BJP ആയിരുന്നാലും അല്ലെങ്കിൽ NDA ആയിരുന്നാലും ഇന്ത്യ സഖ്യം ആയിരുന്നാലും അതിൽ ക്വാളിഫൈ ചെയ്ത് വരുന്നവരെ മാത്രം പാനൽ അനുസരിച്ച് പിന്നെ യോഗ്യത അനുസരിച്ച് അവർ നോമിനേഷൻ കൊടുപ്പിക്കുക. ആ ഒരു സംവിധാനം വേണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. യാതൊരു പിയൂൺ പോസ്റ്റ് ആയിരുന്നാൽ പോലും അവനൊരു ഇന്റർവ്യൂ ഫേസ് ചെയ്യണം, ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണം, അല്ലേ? അപ്പോൾ അതെല്ലാം കഴിഞ്ഞല്ലേ അവനൊരു ജോലിയിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ ഈ ജനാധിപത്യത്തിൽ ഏത് വായി നോക്കികൾ വന്നാലും കയറി അങ്ങ് ഭരിക്കുക എന്നുള്ള സംവിധാനത്തിന് ഒരു സ്ക്രൂട്ടണിയും വയ്ക്കണം. ഒരു മാനദണ്ഡം വെച്ച് ഒരു എൻട്രൻസ് പരീക്ഷ നടത്തി അപ്പം UDF ആയിരുന്നാലും LDF ആയിരുന്നാലും NDA ആയിരുന്നാലും എല്ലാവരും അവരുദ്ദേശിക്കുന്നത്, ഇപ്പോൾ എന്നെ നിർത്തണമെന്നുണ്ട്, താങ്കളെ നിർത്തണമെന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമറാമാനെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ആദ്യമേ ഒരു പരീക്ഷ എഴുതി ജയിപ്പിച്ച് ക്വാളിഫൈ ചെയ്ത് വയ്ക്കട്ടെ. അല്ല, വെറും ഒരു ആധാർ കാർഡ് നമ്മൾ ഇന്ത്യയിലെ പൗരനാണെന്നുള്ള ആ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇലക്ഷൻ നിർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കോർപ്പറേഷൻ വരുമ്പം ആ മാനദണ്ഡത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ഒരു എൻട്രൻസ് പരീക്ഷ നടത്തണം. അവരിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ മാത്രമേ നോമിനേഷൻ കൊടുക്കാവൂ, അതിന് അർഹത കൊടുക്കാവൂ എന്ന് ഉള്ള ഒരു സംവിധാനം ജനാധിപത്യത്തിൽ മാറ്റിയെടുക്കേണ്ട കാലം അനിവാര്യമായിരിക്കും.